നാട്ടിലെത്തിയതിനു ശേഷം ഇത് മൂന്നാമത്തെ ദിവസമാണ്. നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ നാട്ടിൽ വന്ന് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം എന്നുള്ള ഒരു പെർഫെക്റ്റ് പ്ലാൻ ഞങ്ങൾ ഇടാറുണ്ട്. കാരണം ഞങ്ങൾ എപ്പോഴും നാട്ടിലേക്ക് വരുന്നത് വളരെ ചുരുക്കം ദിവസങ്ങൾക്കായിരിക്കും. അപ്പോൾ നാട്ടിലെത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ഈ പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ തിരുനെല്ലിയും കോഴിക്കോടും പോകണം എന്നുള്ളത് ഓൾറെഡി പ്ലാനിലുണ്ടായിരുന്നു. കോഴിക്കോട് ഞങ്ങൾ പോണ സമയത്ത് അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് സ്റ്റോപ്പ് ചെയ്തത്. അതും നല്ല ഫുഡായിരുന്നു. കോഴിക്കോട് ബിരിയാണി പിന്നെ പറയണ്ടേ. ഞങ്ങളൊരു 10-11 മണിക്കാണ് തിരുനെല്ലി എത്തിയത്. എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ തിരുനെല്ലി അമ്പലത്തിൽ എനിക്ക് കയറാൻ പറ്റിയിരുന്നില്ല. വയനാട്ടിലുള്ള ബ്രഹ്മഗിരി മലകൾക്കും കാടിനും നടുവിലാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം ഉള്ളത്. കേരളത്തിലെ ഏറ്റവും പഴമയുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒന്നാണ് തിരുനെല്ലി ക്ഷേത്രം. പുരാണങ്ങൾ പ്രകാരം ബ്രഹ്മാവ് ഒരു നെല്ലിക്കമരത്തിന്റെ ചുവട്ടിൽ മഹാവിഷ്ണുവിന്റെ സ്വയംഭു കണ്ടു. അത് കണ്ടെത്തി പ്രതിഷ്ഠിച്ചതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തിരുനെല്ലി എന്ന് പേര് വന്നത്. ഈ ക്ഷേത്രം പേര് കേട്ട് തന്നെ നമ്മുടെ പിതൃബലിയും ശാർദൊക്കെ നടത്തുന്നതിനാണ്. ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പാപനാശിനിയിൽ കുളിച്ചതിന് ശേഷമാണ് ഭക്തർ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇവിടെ വന്നിട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പൂർവികർക്ക് ശാന്തിയും മോക്ഷവും ലഭിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും ഇവിടെ പിതൃബലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ദക്ഷിണ കാശി എന്നും അറിയാം. ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ള വഴി മൊത്തം കാടായതുകൊണ്ട് തന്നെ അതൊക്കെ എന്ത് മനോഹരമാണെന്നറിയോ കാണാൻ. അതേപോലെ ഈ ക്ഷേത്രത്തിന് ചുറ്റും മലകളായതുകൊണ്ട് അതും നല്ല രസമാണ് കാണാൻ. നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കേണ്ട ക്ഷേത്രമാണിത്.